ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ചപ്പാത്തി പോലെ മാവ് പരത്തിയിട്ട് പിന്നെ അതിനകത്ത് തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റീം ആക്കി എടുക്കും. അതെൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവർ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ ചോറ് വെക്കാൻ വേണ്ടി പൊന്നരി റൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പൊന്നരി റൈസ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് കാരണമാണ് ആ റൈസ് വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഊറ്റിയിട്ട് അപ്പോൾ മക്കളോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ലെമൺ റൈസ് മതി ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില അതുപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് നെയ്യുടെ അകത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ലെമൺ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ റൈസ് അതിനകത്തൊരു കൊട്ടിയിട്ട് കൊടുക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പോയി നോക്കി കാണണം. എൻ്റെ വീഡിയോ ചാനലിലുണ്ട് ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനോട് സൈഡ് ഡിഷായിട്ട് ഞാൻ കൊടുക്കുന്നത് ഓംപ്ലേറ്റും പിന്നെ മാങ്ങ അച്ചാറുമാണ് കൊടുക്കുന്നത്. അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് മക്കളെ സ്കൂളിലേക്ക് യാത്രയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ വിട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. അവരുള്ളത് കാരണം നമുക്ക് ഒരു ജോലി നടക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇക്കായും പിന്നെ യാത്രയാക്കുകയാണ്. അവർ പോയതിൻ്റെ പുറകിൽ തന്നെ ഇക്കായും പോകും റെസ്റ്റോറൻറ്റിലേക്ക്. ഇക്ക പോയതിന് ശേഷമാണ് പിന്നെ എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണം, തുണി വാഷ് ചെയ്ത് വിരിച്ചിടണം, പിന്നെ എനിക്ക് കുളിക്കണം. അങ്ങനെ ഒരുക്കി ഞാനും കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇറങ്ങി നമ്മുടെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ പിന്നെ ഇക്ക കണക്ക് എഴുതുകയും പിന്നെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഓരോരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യണം. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും ഈ ടൈമിലില്ല, കാരണം കോളേജൊക്കെ ഇപ്പോൾ ലീവല്ലേ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ എന്താ ഒരു മാംഗോ ജ്യൂസും പിന്നെ കുറച്ച് പയറും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുറേ നേരം അവിടെ ചുമ്മാ റീൽസൊക്കെ ചെയ്തു, കുറച്ച് വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഓൺലൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം മസാലയൊക്കെ പുരട്ടി അരവിന്ദ് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ അരവിന്ദ് എന്നോട് വെച്ചാൽ എന്നെ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം 12:30 ആയി. പിന്നെ ഞാൻ ചോറുണ്ണുവാണ് കേട്ടോ. ചോറുണ്ടതിന് ശേഷം പിന്നെ 4 മണിയൊക്കെ ആയി. ഞാൻ വീട്ടിലോട്ട് വരികയാണ്. ഇത് ഈ കാഴ്ചകൾ നമ്മുടെ നാട്ടിലൊന്നും കാണത്തില്ലല്ലോ. സാരിയൊക്കെ കൊടുത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാലിട്ട് ബൈക്കിൽ ഇരുന്ന് പോയില്ലല്ലോ. ഇത് ഇവിടെ മാത്രമേ, നമ്മുടെ ചെന്നൈ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. അക്കൂട്ടനാണ് ഇതേ ടേബിൾ കഴുകുന്നു, അമ്മു എന്തൊക്കെയോ ചെയ്യുന്നു. അമ്മു വാട്ടർമെലനകത്ത് നന്നാരി സർബത്ത് ഒഴിച്ച് എന്തോ വെറൈറ്റി ഉണ്ടാക്കുകയെന്നുകൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൂടെ താന്ന് പറഞ്ഞു, ഉമ്മിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത്, ഉമ്മി വരാൻ സമയമായില്ല, അതിന് വേണ്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് വായിലോട്ട് വന്ന് കോരി വെച്ച് തരുവാണേ. പിന്നെ ഞാൻ അവർക്ക് വിശക്കുന്നു തോന്നി. ഇത് റോബസ്റ്റയുടെ പഴമാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റയുടെ പഴം 2-3 ദിവസമായിട്ട് വാങ്ങിച്ചിട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇത് ഇങ്ങനെ കടലമാവി മുക്കി പൊരിച്ചെടുക്കാമെന്ന്. അങ്ങനെ 3 മുട്ടയും എടുത്ത് ബോയിൽ ചെയ്തിട്ട് ഞാൻ റോബസ്റ്റയുടെ പഴം എടുത്ത് കടലമാവി മുക്കി പൊരിച്ചെടുക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴം പൊരിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കടലമാവി മുക്കി പൊരിക്കുവാണെങ്കിൽ. പിന്നെ ഞാൻ 3 മുട്ട ഉണ്ടായിരുന്നു, അതും ബോയിൽ ചെയ്തെടുത്ത് അതുകൂടെ ഒന്ന് മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മക്കൾക്ക് വിശക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പാലൊക്കെ അവർ എന്തൊക്കെയോ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ്. പിന്നെ അവർ പറഞ്ഞു ഉമ്മി എന്തെങ്കിലും ഉണ്ടാക്കി താന്നിങ്ങനെ പറഞ്ഞത് കാരണം പിന്നെ ഞാൻ വന്ന് കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ല. എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ എന്നോട് പറയും ഉമ്മി എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കി താന്ന്. പിന്നെ ഒന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞു ഇതേ ഉള്ളൂ ഇത്. അപ്പോൾ അവർ പറഞ്ഞു അത് മതി, അത് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചായയുമായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ടൊമാറ്റോ സോസൊക്കെ വെച്ചാൽ കഴിക്കുവാണ് കേട്ടോ. അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം ഞാൻ നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ പോയി. അതിനുശേഷം ഇക്കായും കിച്ചുവും വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു സ്കൂൾ വിട്ട് വന്നിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവാണ് കാർ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചു കാറൊക്കെ പാർക്ക് ചെയ്തിടുവാണ്. അപ്പോൾ ഇക്ക അകത്തോട്ട് കയറി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേന് കിച്ചുവിന് നാണക്കേടായിപ്പോയി. കിച്ചു നാണിച്ചവിടെ നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേക്കും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അൽഫാമും അതുപോലെ തന്നെ പൊറോട്ട, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ്. ഇതാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിച്ചത് അൽഫാം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ജൂലിമോൾ ഉറങ്ങാതെ രാത്രി കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഉറക്കമൊന്നുമില്ല ഈ പെണ്ണിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതിന് ബൈ. താങ്ക് യു.